ലോകത്ത് യുദ്ധമുണ്ടാകണമെന്ന് ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന രാജ്യം എന്ന് പറയുന്നത് അമേരിക്കയാണ്. കാരണം എപ്പോഴും സംഘർഷങ്ങൾ ഉണ്ടായെങ്കിൽ മാത്രമേ അമേരിക്കയ്ക്ക് യുദ്ധോപകരണങ്ങൾ വിറ്റഴിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് പറയുന്നത് പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രിയായ ഖ്വാജ ആസിഫാണ്. ഇന്ത്യയും പാകിസ്ഥാനും രണ്ട് ആണവ രാജ്യങ്ങളാണ്. ഇരു രാജ്യങ്ങളും തമ്മിൽ സംഘർഷമുണ്ടായപ്പോൾ ഇത് പരമാവധി ദിവസം നീണ്ടു പോകണമെന്നാണ് അമേരിക്കയുടെ ആഗ്രഹം. എങ്കിൽ മാത്രമേ അമേരിക്ക ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ നടക്കൂ. എന്ന് പറഞ്ഞാൽ ഈ യുദ്ധത്തിന് വഴിമരുന്നിട്ടത് അമേരിക്കയാണെന്ന് പറയാതെ പറഞ്ഞു വെക്കുന്നു ഈ ഖ്വാജ ആസിഫ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് വർഷങ്ങളായിട്ട് നിരവധി യുദ്ധങ്ങൾ ആസൂത്രണം ചെയ്യുന്ന അമേരിക്ക എന്ന് പറഞ്ഞാൽ നൂറിലധികം യുദ്ധങ്ങൾ. ഇപ്പോൾ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിൻ്റെ കണക്കെടുത്താൽ 260 യുദ്ധങ്ങളാണ് അമേരിക്കയുടെ ഇടപെടലിലൂടെ ഉണ്ടായത്. ഇതിൽ തന്നെ ഇരയ്ക്കൊപ്പവും വേട്ടക്കാർക്കൊപ്പവും അമേരിക്ക സഞ്ചരിക്കും. കാരണം രണ്ടു കൂട്ടർക്കും ആയുധങ്ങൾ വിൽക്കാം. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, കാലാകാലങ്ങളായി തുടങ്ങിയതാണ്. ഇപ്പോൾ ചൈനയെ ലോകം അധിക്ഷേപിക്കുന്നുണ്ടെങ്കിലും ചൈന ഏതാണ്ട് 3 യുദ്ധത്തിലോ മറ്റോ ഇൻവോൾവ് ആയിട്ടുള്ളൂ. അമേരിക്ക അങ്ങനെയല്ല. അപ്പോൾ അമേരിക്കയാണ് ലോകത്ത് സമാധാനം കെടുത്തുന്ന അല്ലെങ്കിൽ ശാന്തി ഇല്ലാതാക്കുന്ന ഒരു രാജ്യമെന്ന് പാകിസ്ഥാൻ തന്നെ പ്രത്യക്ഷമായി കുറ്റപ്പെടുത്തുന്നു. ഈ ഖ്വാജ ആസിഫ് എന്ന് പറയുന്ന പ്രതിരോധ മന്ത്രി ഇത് ആദ്യമായിട്ടല്ല ഇങ്ങനെ നിലപാട് പരസ്യമായി വിളിച്ചു പറയുന്നത്. പഹൽഗാം ആക്രമണം ഉണ്ടായി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇത്തരത്തിൽ ഒരു വിവാദ വെളിപ്പെടുത്തൽ ഖ്വാജ ആസിഫ് നടത്തിയിരുന്നു. അതായത് ഇന്ത്യക്കെതിരെ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾക്കെതിരെയൊക്കെ തീവ്രവാദം വളർത്താനായിട്ട് എല്ലായ്പ്പോഴും ഫണ്ട് ചെയ്തത് പിന്തുണച്ചത് അമേരിക്കയാണ്. പാകിസ്ഥാനെ പോലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു രാജ്യം തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തി ബ്രിട്ടന് അതുപോലെ തന്നെ അമേരിക്കയ്ക്ക് പാശ്ചാത്യ രാജ്യങ്ങൾക്കൊക്കെ സഹായം ചെയ്തു കൊടുത്തു. അങ്ങനെ 3 പതിറ്റാണ്ടാണ് ഞങ്ങൾ ഭീകരവാദത്തെയും തീവ്രവാദത്തെയും ഒക്കെ വളർത്താനായിട്ട് അതിനെ പിന്തുണയ്ക്കാനായിട്ട് നിലകൊണ്ടത്. അതുകൊണ്ട് ഞങ്ങളുടെ രാജ്യം ഏറെ പിന്നോക്കം പോയി. പക്ഷേ ഞങ്ങൾക്ക് ഒരു പ്രതിസന്ധിയൊക്കെ അതിജീവിക്കാൻ സാധിച്ചു. അപ്പം ഇത്തരത്തിലുള്ള തീവ്രവാദവും ഭീകരവാദവും വളർത്തിയ അമേരിക്കയാണെന്ന് നേരത്തെ തന്നെ ഖ്വാജ ആസിഫ് പറഞ്ഞതാണ്. ഇപ്പോൾ വീണ്ടും പറയുന്നു. എന്ന് പറഞ്ഞാൽ ഈ പഹൽഗാം ആക്രമണം പോലും വളരെയധികം ദിവസം നീണ്ടു നിൽക്കണം. ആണവ രാജ്യങ്ങളാണ് രണ്ടും. എന്തെങ്കിലും തരത്തിലുള്ള ആണവ ആക്രമണങ്ങളിലേക്ക് കടന്നാൽ പോലും അമേരിക്ക അതിൽ ആശ്ചര്യപ്പെടുകയോ അല്ലെങ്കിൽ അവർക്ക് കുറ്റബോധം തോന്നുകയോ ഒന്നും ചെയ്യുന്നില്ല. കാരണം മറ്റ് രാജ്യങ്ങളുടെ കുഴപ്പത്തിലും അസ്ഥിരതയിലും പ്രവർത്തിക്കുന്ന ഒരു സാമ്പത്തിക യന്ത്രമാണ് US പ്രതിരോധ രംഗം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇപ്പം ഈജിപ്റ്റ്, ലിബിയ, അതുപോലെ തന്നെ അഫ്ഗാൻ തുടങ്ങിയ രാജ്യങ്ങളുടെയൊക്കെ ഒരു കാര്യം. ഇപ്പോൾ ഈജിപ്റ്റ് തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു കാലത്ത് വലിയ സമ്പന്ന രാജ്യങ്ങളായിരുന്നു. പിന്നീട് ഈ രാജ്യങ്ങളെല്ലാം പാപ്പരായി മാറി. എന്തുകൊണ്ട്? ഇവരെല്ലാം തന്നെ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെട്ടു. ഇതിനെല്ലാം പിന്നിൽ പ്രവർത്തിച്ചത് അമേരിക്കയാണ്. അങ്ങനെ ഈ രാജ്യങ്ങളുടെ സമ്പദ്ഘടനയുടെ നട്ടെല്ല് തന്നെ തകർന്നു. അപ്പോൾ അവർക്ക് അവരുടെ പ്രതിരോധ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ വേണ്ടി എന്ത് നടപടിയും ചെയ്യും. ഇത് പാശ്ചാത്യ രാജ്യങ്ങളുടെ അല്ലെങ്കിൽ മുൻനിര രാജ്യങ്ങളുടെ ഒരു തന്ത്രമാണ്. കാരണം അവരുടെ ആയുധ വിൽപ്പനയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു പിന്തുണയൊക്കെ നൽകേണ്ടി വരും. ഇപ്പം ഖ്വാജ ആസിഫിനെ പിന്തുണയ്ക്കുന്നവരും ട്രംപിനെ പിന്തുണയ്ക്കുന്നവരും തമ്മിൽ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ഏറ്റുമുട്ടൽ നടക്കുന്നു. അതായത് ഇന്ത്യയുമായിട്ടുള്ള ഒരു സംഘർഷം വന്ന സമയത്ത് പാകിസ്ഥാൻ ആയുധങ്ങൾ ചോദിച്ച് അമേരിക്കയുടെ കാല് പിടിച്ചു. അതുപോലെ തന്നെ ഇന്ത്യ പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകൾ 9 എണ്ണം ഒരുമിച്ച് നമ്മൾ തകർത്ത് കളഞ്ഞിരുന്നു. ആ സമയത്ത് യുദ്ധം നിർത്തണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ കാല് പിടിച്ചു. ഇതാണ് അമേരിക്കയെ അനുകൂലിക്കുന്ന ആളുകൾ സമൂഹ മാധ്യമങ്ങൾ പറയുന്നത്. അപ്പോൾ ഈ ഷഹബാസ് ഷെരീഫ് അല്ലെങ്കിൽ ഖ്വാജ ആസിഫ് തുടങ്ങിയവർ പറയുന്നു അങ്ങനെയൊന്നും അല്ല സംഭവം. ഞങ്ങൾ പാകിസ്ഥാൻ ആവശ്യപ്പെട്ടിട്ട് അമേരിക്ക ഇടപെട്ടു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഈ ഭീകരവാദത്തെ തീവ്രവാദത്തെ വളർത്തുന്ന രാജ്യമാണ് അമേരിക്ക. യുദ്ധം സൃഷ്ടിക്കുന്നതിൽ അമേരിക്കയ്ക്ക് കൂടുതൽ താല്പര്യമുണ്ട്. ഒരു ദശകത്തിനുള്ളിൽ 200 യുദ്ധങ്ങൾ സൃഷ്ടിച്ചു. അതിൽ നിന്നൊന്നും ഞങ്ങൾ പിന്നോട്ട് മാറുന്നില്ല. പക്ഷേ ചൈന ഇത്തരത്തിലുള്ള യുദ്ധങ്ങളൊന്നും പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം അതുതന്നെയാണ്. കാരണം ഈ പഹൽഗാം ആക്രമണം ഉണ്ടായ സമയത്തും ഇന്ത്യക്കെതിരെ ശക്തമായ നിലപാട് ചൈന സ്വീകരിച്ചില്ല. അവർ ആയുധങ്ങൾ പാകിസ്ഥാന് കൊടുത്തു, പരോക്ഷമായ പിന്തുണ നൽകി. ഇതിനപ്പുറത്തേക്ക് നൽകിയില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഏതാണ്ട് $140 ബില്യൺ വ്യാപാര ബന്ധമുണ്ട് ഇന്ത്യയും ചൈനയും തമ്മിൽ. പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യവുമായിട്ട് 10% പോലും, ഇതിൻ്റെ 10% വ്യാപാര ബന്ധം പോലും ഇല്ല. അങ്ങനെയുള്ള ഒരു രാജ്യത്തെ പിണക്കിക്കൊണ്ട് ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര ബന്ധം തകർക്കാൻ അപ്പോൾ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യണം. അതുകൊണ്ടാണ് ചൈന ഈ നിലപാട് സ്വീകരിച്ചത്. മാത്രമല്ല അമേരിക്കയും ചൈനയും തമ്മിൽ വ്യാപാര കരാറിൻ്റെ പേരിൽ ഒന്ന് ഉടക്കി നിൽക്കുകയാണ്. ഈ സമയത്ത് ഇന്ത്യയുടെ സഹായവും വേണം. ഇതുകൊണ്ട് ഇത്തരത്തിലുള്ള ചില നീക്കങ്ങൾ ചൈന നടത്തുന്നുണ്ട്. അപ്പോൾ ചൈനയുടെ ഈ നിശബ്ദത അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാനെ ഞെട്ടിച്ചു. കാരണം എന്ത് സംഭവിച്ചാലും തങ്ങളുടെ കൂടെ ഇന്ന് വരെ നിൽക്കുമെന്ന് കരുതിയ രാജ്യമാണ് ചൈന. പക്ഷേ ഷീ ജിൻപിങ്ങിൻ്റെ നിലപാട് അവരെ അക്ഷരാർത്ഥത്തിൽ അത്ഭുതപ്പെടുത്തി. അപ്പോൾ അമേരിക്കയെ പാകിസ്ഥാൻ കുറ്റപ്പെടുത്തുകയും ചെയ്തു. ഇതിനിടയിലാണ് പുതിയൊരു വാർത്ത വരുന്നത്. അതായത് അമേരിക്കൻ ഇൻ്റലിജൻസ് ആണ് ഈ വിവരം പുറത്തുവിട്ടത്. പാകിസ്ഥാൻ ചൈനയുമായി ചേർന്ന് അവരുടെ അണുവായുധ സംഭരണ ശേഷി വർദ്ധിപ്പിക്കുന്നു.
ഇനി പാകിസ്ഥാൻ ഇന്ത്യയുമായി ഒരു യുദ്ധമുണ്ടായാൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ആ യുദ്ധം എന്ന് പറയുന്നത് അന്തിമ യുദ്ധമായി മാറും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ പാകിസ്ഥാൻ ആണവായുധങ്ങൾ ഇന്ത്യക്ക് നേരെ പ്രയോഗിക്കും. ഇന്ത്യക്ക് നേരെ ആണവായുധങ്ങൾ പ്രയോഗിക്കാൻ വേണ്ടി ഇപ്പോൾ ബീജിങ്ങിൽ ചില കൂടിക്കാഴ്ചകൾ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് പാകിസ്ഥാൻ. എന്തിനാണെന്ന് പറഞ്ഞാൽ നിലവിൽ അവർക്ക് 170 ആറ്റം ബോംബ്, അതായത് എന്താ പറയുക, ആണവ പോർമുനകൾ ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ശേഷി വർദ്ധിപ്പിക്കണം. ചൈനയ്ക്ക് ഏതാണ്ട് 600ഓളം ആണവ പോർമുനകളുണ്ട്. അങ്ങനെയാണെങ്കിൽ 2030 ആകുമ്പോൾ അവർ 1000 അത് വർദ്ധിപ്പിക്കാനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. ഈ കൂട്ടുകെട്ട് ഇന്ത്യക്കെതിരെ ആണവായുധം പ്രയോഗിക്കാനാണെന്ന് അമേരിക്കൻ ഇൻ്റലിജൻസ് വാർത്ത പുറത്തേക്ക് വിടുന്നു. അപ്പോൾ പാകിസ്ഥാനും അമേരിക്കയും തമ്മിലുള്ള ആ ഒരു കോൺഫ്ലിക്റ്റ് അത് കൃത്യമായിട്ട് പുറത്തേക്ക് വരികയാണ്. അമേരിക്ക പറയുന്നു ഈ ഹിരോഷിമയിലും നാഗസാക്കിയിലും ഒക്കെ ഉണ്ടായതിനേക്കാൾ എത്രയോ 10 മടങ്ങ് ശക്തി ഇപ്പോൾ ആണവായുധങ്ങൾക്കുണ്ടായിരിക്കാം. അത്തരത്തിലൊരു ആക്രമണം ഉണ്ടായാൽ അത് ഇന്ത്യയെ മാത്രമോ പാകിസ്ഥാനെ മാത്രമോ അല്ല ബാധിക്കുന്നത്. ചൈനയെ ബാധിക്കാം, ബംഗ്ലാദേശിനെ ബാധിക്കാം, മ്യാൻമറിനെ ബാധിക്കാം. അങ്ങനെ സൗത്ത് ഏഷ്യയെ മൊത്തം അത് ബാധിക്കും. മാത്രമല്ല നമ്മുടെ പ്രകൃതി, അന്തരീക്ഷം ഇതൊക്കെ എങ്ങനെ മലിനപ്പെടുമെന്ന് ചിന്തിക്കാൻ പോലും കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആണവ നിർമ്മാർജ്ജനം ചെയ്യാൻ പാകിസ്ഥാനെ ആരെങ്കിലും പ്രഷർ ചെലുത്തണം. ഇപ്പോൾ റഷ്യയും ചൈനയും അമേരിക്കയും അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളും ഒക്കെ പ്രഷർ ചെലുത്തിയാൽ അവരെ നിരായുധീകരിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ആണവായുധങ്ങൾ ഉപയോഗിക്കരുത്. പരാജയപ്പെട്ട ഒരു രാജ്യം ആണവായുധങ്ങൾ കയ്യിൽ വെച്ചാൽ ഇനിയും ഇന്ത്യയുമായി ഒരു സംഘർഷം ഉണ്ടായാൽ അവർ ഇന്ത്യക്കെതിരെ പ്രയോഗിക്കാം. കാരണം അന്ന് ആ രാജ്യം ഭരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ അവിടുത്തെ പട്ടാള മേധാവികൾ സ്വാഭാവികമായും വൻ സമ്പത്തുമായിട്ട് മറ്റ് രാജ്യങ്ങൾ അഭയം തേടും. എന്നിട്ട് സെക്കൻഡ് ലെവലിലോ തേർഡ് ലെവലിലോ ഉള്ള പട്ടാള ഉദ്യോഗസ്ഥരെ ഈ ദൗത്യം ഏൽപ്പിച്ച് അവർ ഇവിടെ നിന്ന് ഓടിപ്പോകും. അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാൻ ആണവായുധം പ്രയോഗിക്കാം. കാരണം അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ലോകത്തെ വൻ ശക്തിയാകണമെന്നല്ല, വൻ സാമ്പത്തിക കുതിപ്പ് നടത്തണമെന്നല്ല, അതുപോലെ തന്നെ ആയുധ ശക്തിയാകണമെന്നല്ല. അവരുടെ ആകെ ലക്ഷ്യം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ നശിപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് ജിഹാദികളായിട്ട് പോരാടുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. അവിടുത്തെ പാക് ആർമിയിൽപ്പെട്ട ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ട്. ആ നിലപാടിനെയൊക്കെ കൃത്യമായിട്ട് ചൂഷണം ചെയ്യും. എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് യുദ്ധമുണ്ടാക്കുന്നത് അമേരിക്കയാണ്, ഞങ്ങളെ തീവ്രവാദികളും ഭീകരവാദികളുമാക്കിയത് അമേരിക്കയാണ്, 3 പതിറ്റാണ്ടായി ഇത് തുടരുന്നു. ഇതൊക്കെ തന്നെ ഖ്വാജ ആസിഫൊക്കെ തുറന്നു പറഞ്ഞാണ്. ഈ സമയത്ത് ചൈനയെ ഏതാണ്ട് അനുകൂലിക്കുന്ന നിലപാട് ഇന്ത്യയും സ്വീകരിച്ചപ്പോഴാണ് അങ്ങനെയല്ല, ചൈനയാണ് കുറ്റക്കാർ, അല്ലെ ചൈന ആണവായുധങ്ങൾ കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് അമേരിക്കൻ ഇൻ്റലിജൻസ് റിപ്പോർട്ട് പുറത്തുവിടുന്നത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പുറത്തു വന്ന ഒരു ചിത്രം എന്ന് പറയുന്നത് അവിടുത്തെ സൈന്യാധിപനായ അസിം മുനീർ പ്രധാനമന്ത്രിയായ ഷെഹബാസ് ഷെരീഫിന് ഒരു ചിത്രം കൊടുക്കുന്നു. അത് പഹൽഗാം ആക്രമണത്തിൽ പാകിസ്ഥാൻ വിജയിച്ചു അല്ലെങ്കിൽ വലിയ മുന്നേറ്റം നടത്തി എന്ന് തെളിയിക്കുന്ന ഒരു ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങളടങ്ങിയ ചിത്രമാണ് നൽകിയത്. പക്ഷേ ഇതേക്കുറിച്ച് ഫാക്ട് ചെക്ക് നടത്തിയപ്പോൾ അറിയുന്നത് 2019 ചൈന നടത്തിയ ഒരു മോക്ക് ഡ്രിൽ, ഒരു പരിശീലന പരിപാടിയുണ്ട്. അതിൽ നടത്തിയ സ്ഫോടനങ്ങളുടെയും ടാങ്കുകളുടെ മുന്നേറ്റത്തിൻ്റെയും ഒക്കെ ചിത്രമാണ്. ഇത് വെച്ചിട്ട് ഇന്ത്യക്കെതിരെ ഞങ്ങൾ വിജയിച്ചു എന്നൊരു നരേറ്റീവ് ലോകത്തിന് മുന്നിൽ സൃഷ്ടിക്കാൻ അവർ ശ്രമിച്ചു. ഇതും ഇപ്പോൾ ഏതാണ്ട് പൊളിഞ്ഞു പോയിരിക്കുകയാണ്. അപ്പം പാകിസ്ഥാൻ അമ്പേ ഈ യുദ്ധത്തിൽ പരാജയപ്പെട്ടു. ഇപ്പോൾ അവിടുത്തെ ജനങ്ങൾ പറയുന്നത് ഇന്ത്യയുടെ സൈനിക ബലം, ആയുധബലം, യുദ്ധതന്ത്രം ഇവയ്ക്ക് മുന്നിൽ പാക് സേനയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അക്ഷരാർത്ഥത്തിൽ അവർ പരാജയപ്പെട്ടു. ശരിക്കും അജയ്യരാണ് ഇന്ത്യൻ സൈന്യം. കാരണം അവർ കരയുദ്ധം നടത്തിയില്ല, നാവികസേന കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തിയില്ല, വ്യോമസേന അതായത് വ്യോമാക്രമണം മാത്രമേ നടത്തിയുള്ളൂ. പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നുണ്ടായ അറ്റാക്കുകളെ ഇന്ത്യൻ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തെറിഞ്ഞു. കൂടാതെ അവരുടെ ഭീകരവാദ തീവ്രവാദ ക്യാമ്പുകളെ 9 എണ്ണം ഒരുപോലെ തകർത്ത് കളഞ്ഞു. അത് തകർത്തു എന്ന് ലോകത്തിന് മുന്നിൽ അവർക്ക് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല. മാത്രമല്ല എയർബേസുകൾ തകർത്തു. ഈ എയർബേസ് തകർത്തോടെ വ്യോമാക്രമണത്തിന് ഇവർക്ക് പ്രതിരോധിക്കാനൊന്നും കഴിഞ്ഞില്ല. അപ്പോൾ പാകിസ്ഥാനിലെ നിഷ്പക്ഷരായ ജനങ്ങൾ ഉൾപ്പെടെ പറയുന്നു ഇന്ത്യൻ സൈന്യത്തോട് പൊരുതി നിൽക്കാനും മാത്രമുള്ള ശേഷി പാകിസ്ഥാനില്ല. സാമ്പത്തികമായി തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ഒരു രാജ്യമാണ്. അവർക്ക് പ്രതിരോധ രംഗത്തോ സൈനിക രംഗത്തോ വലിയ മുന്നേറ്റം ഉണ്ടാകില്ല. ചില മത തീവ്രവാദ നിലപാടുള്ള നേതാക്കളുടെ പട്ടാള മേധാവികളുടെ താല്പര്യത്തിനനുസരിച്ച് കുറേ പേരെ കുരുതി കൊടുക്കാൻ മാത്രമേ ഈ പഹൽഗാം ആക്രമണത്തിലൂടെ സാധിച്ചുള്ളൂ. അതുകൊണ്ട് തന്നെ ഇനി ഇത്തരമൊരു സംഘർഷത്തിലേക്ക് പോകരുത്. കാരണം 1947 ആദ്യ യുദ്ധം, പിന്നെ 65, 71, 99 എല്ലാ യുദ്ധങ്ങളിലും പാകിസ്ഥാന് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. ഏറ്റവും ഒടുവിൽ 2025 3-4 ദിവസം കൊണ്ടാണ് പാകിസ്ഥാനെ
കംപ്ലീറ്റ് മുടിക്കാനായിട്ട് ഇന്ത്യക്ക് സാധിച്ചത്. ഒടുവിൽ ലോക രാജ്യങ്ങളുടെ കാല് പിടിച്ചിട്ടാണ് ഈ പാകിസ്ഥാൻ വെടിനിർത്തൽ ഒന്ന് സാധ്യമാക്കിയെടുത്തത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ സൈന്യത്തിൻ്റെ ശക്തി കൃത്യമായി തിരിച്ചറിഞ്ഞ പാകിസ്ഥാൻ പറയുന്നു, ഞങ്ങളെ ഇത്രയും കാലം പാശ്ചാത്യ രാജ്യങ്ങൾ ചതിക്കുകയായിരുന്നു. ഈ പഹൽഗാം ആക്രമണത്തിൽ ഉൾപ്പെടെ യുദ്ധത്തിന് എല്ലാവിധ പ്രോത്സാഹനവും നൽകുന്നത് അമേരിക്കയാണ്. അമേരിക്ക ചതിയന്മാരാണ്. അപ്പോൾ ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ ഇത് വിളിച്ചു പറയുമ്പോൾ കൂടുതൽ അപഹാസ്യരായി മാറുകയാണ് ട്രംപും ട്രംപിൻ്റെ രാജ്യവും. എന്തായാലും ഇന്ത്യൻ സൈന്യത്തിൻ്റെ ശക്തി, ആയുധബലം ഇതൊക്കെ വളരെ വലുതാണെന്ന് പാകിസ്ഥാൻ ജനങ്ങളും പാകിസ്ഥാൻ ആർമിയിലെ വലിയൊരു വിഭാഗവും ഏതാണ്ട് പരസ്യമായി പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.